സോ ഹായ് ഗൈസ്, പാലക്കാട്ടെ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റത് കണ്ടതാണ് ഈ ഞാവൽപ്പഴം. അതും കയറ്റി നമ്മൾ രാവിലെ തന്നെ നടക്കാൻ പുറത്തിറങ്ങി ആദ്യം കാണുന്നതാണ് ഈ കനാല്. ഇപ്പൊ പിന്നെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുറിച്ച് കിടക്കാം. പിന്നെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതും കെട്ടി നമുക്ക് യാത്ര തുടങ്ങാം. കുളിച്ചിറങ്ങിയത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷർട്ടാണ് എടുത്തിട്ടത്. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യും. കഴിഞ്ഞ വീഡിയോ നിറയെ കുന്നും മലയാണെങ്കിൽ ഈ വീഡിയോ നിറയെ പാടങ്ങളായിരിക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്പോട്ട്, OB വിജയൻ സ്മാരകം. ഈ ഒരു വീട്ടിൽ നിന്നാണ് ചെങ്ങായി കസാക്കിന്റെ ഇതിഹാസം എഴുതിയത്. 30 രൂപ എൻട്രി ഫീസും കൊടുത്ത് നമ്മളകത്ത് കയറി. കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം, ഇതാണ് ആ ചെങ്ങായി. ഇങ്ങനത്തെ നോവലൊക്കെ എഴുതി വിജയിപ്പിക്കണമെങ്കിൽ ഈ ഒരു അന്തരീക്ഷം എന്തായാലും വേണം. നമ്മൾ അതും കണ്ടിറങ്ങി നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഇവിടെ പിന്നെ ഈ ഒരു ആംബിയൻസിലാണ് എല്ലാ ഷോപ്പും. അവിടുന്ന് ഈ 2 പൊറോട്ടയും കെറ്റി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് സൂര്യന്റെ ചൂട് വല്ലാണ്ട് കൂടിയ കാര്യങ്ങൾ അറിയുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ മോൻ കഴുകി സൺസ്ക്രീൻ പൂശി. ഈ ഒരു യാത്രയിൽ എന്നെ ഒരുപാട് സഹായിച്ച സാധനമാണ് ഈ ഒരു സൺസ്ക്രീൻ. അവിടെ നിന്ന് നേരെ എത്തിയത് ഞങ്ങൾ ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രത്തിലോട്ട്. ഇവിടെ ഈ ആൽമരത്തിന്റെ കീഴിലിരിക്കുമ്പോൾ എന്താ സമാധാനം എന്നറിയോ. ഇവിടെ പിന്നെ പ്രധാന വഴിപാട് കോഴിയെ ബലി കൊടുക്കുന്നത്. അതും കഴിഞ്ഞ് ഞങ്ങൾ എത്തിയത് ഈ ഒരു പാടത്തേക്ക്. ഇവിടെയും വെറുതെ അല്ല, 30 രൂപ എൻട്രി ഫീസ് ഉണ്ട്. ഇവിടെ പിന്നെ പെണ്ണുള്ളവർക്ക് ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കാം, പെണ്ണില്ലാത്തവർക്ക് ഇങ്ങനെ. ഈ സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ, ഇതാണ് കൊല്ലംകോട്. ഈ പാടത്തിന്റെ പുറകിലുള്ള മല കാണാൻ എന്ത് രസമാണെന്നറിയോ. ആ ഒരു കൊല്ലംകോട് വന്നാൽ ഈ ചെല്ലഞ്ചേട്ടന്റെ കടയിൽ കയറാതെ പോത്തില്ലത്ര. നല്ല ചൂടോടെ നല്ല പരിപ്പോടെയും ചായയും കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ എത്തിയിരിക്കുന്ന ഈ ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച റെയിൽവേ സ്റ്റേഷനാണ് മുതലമട. പണ്ട് വെട്ടൻ സിനിമയെ ദിലീപേട്ടൻ തൂങ്ങിയ വള്ളിയാണ് പുറകെ കിടക്കുന്നത്. ഫുഡിന്റെ കാര്യത്തിൽ പാലക്കാട് പിന്നോട്ടല്ലെന്ന് മനസ്സിലാക്കി തന്ന കടയാണിത്. ഇവിടുന്ന് നമ്മളൊരു ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു. സാധനം നമുക്കൊന്നും പറയാനില്ല. കഴിച്ച ബിരിയാണി ദഹിക്കാൻ വേണ്ടി ഞങ്ങൾ എത്തിയത് മസാല സോഡ വാങ്ങാൻ. സാധനം നല്ല കലക്കം സാധനം, 25 രൂപയുള്ളൂ. അവിടുന്ന് ഇനി നാളത്തെ യാത്രയ്ക്കുള്ള പെട്രോൾ അടിച്ചിന് വീട്ടിലോട്ട് പോട്ടെ. രാത്രിയായപ്പോൾ അടുത്തുള്ള പള്ളിയിൽ ഒരു ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞു കേട്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. അവിടെ അത്രയും പരിപാടി നടക്കുന്നുണ്ടെങ്കിലും എന്റെ കണ്ണ് മൊത്തം ഈ കുരിപ്പിലോട്ടാണ് പോയത്. അപ്പൊ ഇനി പരിപാടി കഴിഞ്ഞ് വീട്ടിലോട്ട് പോട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.